ഹലോ എവ്രി വൺ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. അപ്പം ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് സോഷ്യൽ മീഡിയയിലും സിനിമയിലും ഒരേപോലെ നിറഞ്ഞിരിക്കുന്ന രണ്ട് പേരാണ് അല്ലേ, രാജുവും വിനിയും. അതെ. അപ്പോൾ കൂടുതലായിട്ട് നിങ്ങളെ പറ്റിയിട്ട് ജനങ്ങൾക്ക് അറിയണമെന്നുണ്ടായിരുന്നല്ലോ, ആര് ഈ രാജു, ആര് ഈ വിനിന്ന്. അപ്പം നിങ്ങളെ പറ്റിയിട്ട് തന്നെ നിങ്ങൾ തന്നെ ജനങ്ങളോടൊന്ന് പറയാവോ? ആരെങ്കിലും ഒരാൾ പറയണം എന്തായാലും. നമസ്കാരം. പൊതുവെ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഞാൻ എന്ന വ്യക്തിയെ അറിയപ്പെട്ടു തുടങ്ങുന്നത് കുമ്പളങ്ങിക്കാരൻ എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പോസ്റ്റുകളിലൂടെയാണ് കൂടുതലും അറിയപ്പെട്ടു തുടങ്ങുന്നത്. അതുകൂടാതെ തന്നെ കൊച്ചിൻ ബിനാലെയുടെ ആർട്ട് ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ബോസ് കൃഷ്ണമാചാര്യയുടെ കൂടെ. ആർട്ടിസ്റ്റുമാരുടെ ലോകത്തും ഞാൻ അറിയപ്പെടുന്നുണ്ട്, ഈ പാവം കുമ്പളങ്ങിക്കാരൻ അറിയപ്പെടുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ 2 മൂവി അണിയറയിലേക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ദി റിവഞ്ച് എന്ന് പറഞ്ഞ ഒരു മൂവിയിൽ ഒരു നിറഞ്ഞാടിയ ഒരു വില്ലൻ കഥാപാത്രമായിട്ട് ചെയ്തു. കംപ്ലീറ്റ് ആയിട്ടില്ല മൂവി, ഒരു 3/4 ഭാവമായി നിൽക്കുന്നു. ഞാനൊരു ഡാൻസർ കൂടിയാണ്, ഒരു സിനിമാറ്റിക് ഡാൻസറാണ്. കലാഭവനിലൊക്കെ ഞാൻ വർക്ക് ചെയ്തതാണ്. കലാഭവനിൽ സജീന പോളിയുടെ ഡാൻസ് ഗ്രൂപ്പിലായിരുന്നു. പിന്നെ കൊച്ചിയിലേക്ക് വന്നത് പിന്നെ മഹാരാജാസ് കോളേജിലേക്ക് ചെന്നപ്പെട്ടു. അവിടെ ഒരു ഡാൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അങ്ങനെ അനന്തമായ ഒരു സൗഹൃദം എനിക്ക് ഇന്ന് കൊച്ചിയിൽ നിലനിൽക്കുന്ന, കൊച്ചിയിലും പലയിടത്തുമായിട്ട് എനിക്ക് അനന്തമായ ഒരു സൗഹൃദം അത് നമ്മൾ പുലർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്ന പ്ലാറ്റ്ഫോമിൽ ഇപ്പം കണ്ടിന്യൂ പോസ്റ്റുകൾ ഞാൻ ഓരോ ദിവസവും ഞാൻ ഇട്ട് തുടങ്ങി. അങ്ങനെയാണ് ജനങ്ങൾ, അതായത് സോഷ്യൽ മീഡിയ എന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശരിക്കും ഒരു സീരിയൽ കാണുന്ന പോലെയാണ് ശരിക്കും. അതായത് രാവിലെ ഫോൺ എടുത്ത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോ വന്നല്ല കുമ്പളങ്ങി മനസ്സിലായി. നമ്മള് നമ്മുടെ ഫേസ് ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിക്കണേന്ന്. അതിനുള്ള ഒരു തെളിവ് ഞാൻ പറയാം. ഇപ്പൊ എന്നെ പല ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നുണ്ട്. എനിക്ക് ലാലിന്റെ സിദ്ദിഖ് ലാലിന്റെ ഒരു കട്ടുണ്ടാന്നുള്ള തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഡയറക്ടർ ആവോ? അതായത് സ്പേസ് ഉണ്ട്. ഞാനിപ്പോ ഒരു വില്ലൻ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെങ്കിൽ തന്നെയും പലപ്പോഴും നമ്മൾ അനുഭവിക്കണം എന്ന് വെച്ചാൽ ഇപ്പൊ ലുലു മാളിൽ അങ്ങനെയുള്ള മാളുകളിൽ പോവാൻ നേരത്ത് പെട്ടെന്ന് ആൾക്കാർ നമ്മളെ ചേർത്ത് നിർത്തി, ചില ആൾക്കാർ കുമ്പളങ്ങിക്കാരാന്ന് നമ്മളെ പുറകിൽ നിന്ന് വിളിക്കും. അത് സോഷ്യൽ മീഡിയ നമ്മൾ അറിയാത്ത വ്യക്തികൾ നമ്മളെ കുമ്പളങ്ങിക്കാരാന്ന് വിളിച്ചിട്ട് നമ്മളെ ചേർത്ത് പിടിച്ചിട്ട് ഒരു സെൽഫി എടുത്തോട്ടെ കുമ്പളങ്ങിക്കാരെന്ന് പറയുമ്പോ അതല്ലേടോ നമുക്ക് കിട്ടണ ഏറ്റവും വലിയ മെഡല്. ഈ കുമ്പളങ്ങിക്കാരൻ എന്റെ നാടായ എന്റെ കുമ്പളങ്ങിയിലൂടെ ഈ രാജു പിണ്ടാളൻ അറിയപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്. ബിനിനെ പറ്റി ഒന്ന് പറയാം. ഞാനൊരു സിനി ആർട്ടിസ്റ്റാണ്. കലാഭവനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഫ്ലവേഴ്സിൽ കോമഡി പരിപാടി ചെയ്യാനും പിന്നെ അതിലൂടെ കുറച്ച് പടങ്ങൾ ചെയ്യാനും സാധിച്ചു. അതിൽ എടുത്തു പറയത്തക്ക മൂവീസ് വിനയൻ സാറിൻ്റെ ചാലക്കുടിക്കാരൻ ചങ്ങാതി, 19-ാം നൂറ്റാണ്ട്, പിന്നെ മേരാന ഷാജി, പിന്നെ ഈ അടുത്ത് റിലീസായ ദയാഭാരതി. പിന്നെ ഇപ്പം ഞാനൊരു മൂവി ചെയ്തുകൊണ്ടിരിക്കുന്നത് സമരസ എന്ന് പറഞ്ഞിട്ട് ഹീറോയിൻ്റെ ഫ്രണ്ടായിട്ട്. അതിൻ്റെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ മുന്നോട്ട് പോകുന്നു. രണ്ടുപേരും സിനിമ എന്നുള്ള സ്വപ്നത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരുപാട് സ്വപ്നങ്ങളുണ്ട്, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുകയും ചെയ്യുന്നുണ്ട്. സ്വപ്നങ്ങൾ ഉള്ളിൽ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കുക. അതായത് ഒരു കുന്നോളം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു പിടിയെങ്കിലും കിട്ടത്തുള്ളൂ. ഇപ്പൊ ഞാൻ എൻ്റെ 2 മൂവി ചെയ്തു. ഇപ്പൊ അതൊന്ന് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഈ കുമ്പളങ്ങിക്കാരനെ ബിഗ് സ്ക്രീനിൽ ജനങ്ങൾ കണ്ടു തുടങ്ങും. അപ്പൊ ഈ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടി നമ്മൾ അറിയപ്പെട്ടു തുടങ്ങുമ്പോൾ നമ്മൾ ഒന്നുകൂടി നമ്മൾ അറിയപ്പെട്ടു തുടങ്ങും. അല്ലാണ്ട് തന്നെ എല്ലാവർക്കും ജനങ്ങൾ ഇപ്പൊ നമ്മളെ തിരിച്ചറിഞ്ഞ് തുടങ്ങി എന്നുള്ളതാണ്. സപ്പോർട്ടുണ്ട്, ജനങ്ങൾ നല്ലൊരു സപ്പോർട്ടുണ്ട്. അപ്പൊ ഈ ബിനാലയിൽ ആർട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അത് എങ്ങനെ, ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലാണല്ലോ. നമ്മൾ കുറച്ച് ബിനാലെ പോലത്തെ ഉള്ള പരിപാടികളൊക്കെ വലിയൊരു ഇവന്റ് തന്നെയാണല്ലോ ബിനാലെ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എങ്ങനെയാണ് ഇതില് നമ്മള് ബിനാലെ പോലത്തെ മെഗാ ഷോകൾ വരുമ്പോൾ, അതായത് ഞാനിപ്പോ ആലപ്പുഴയിൽ ലോകമേ തറവാടെന്നുള്ള ഒരു മെഗാ ഷോ നടന്നു. അതിന്റെ എല്ലാം ചുക്കാൻ പിടിച്ചത് നിങ്ങൾക്കറിയാം, ബോസ് കൃഷ്ണമാചാരി എന്നുള്ള മനുഷ്യനാണ്. ലോകപ്രശസ്തനായ ആർട്ടിസ്റ്റാണ്. എന്നെ ആശാനെ എന്നാ വിളിക്കണം, അത്രയ്ക്ക് സ്നേഹമാണ് ഞാനും പുള്ളിയും തമ്മിൽ. അപ്പൊ ലോകമേ തറവാടെന്നുള്ള ഒരു മെഗാ ഷോ 7ഓളം ഗാലറിയാണ്. ഞങ്ങൾക്ക് ഉറക്കം ഉണ്ടാകത്തില്ല. 12 പേരുടെ ഒരു ടീം ആർട്ട് വർക്കേഴ്സ് എന്നും പറഞ്ഞിട്ടാണ് ചെയ്യണത്. നമ്മൾ ഡിസ്പ്ലേ ചെയ്തോളൂ ഈ ആർട്ടിസ്റ്റുമാരുടെ പിക്ചറുകൾ. അത് തന്നെ ചെയ്യാൻ എക്സ്പീരിയൻസ് വേണം. എനിക്കൊരു 10-20 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അത് ഞാൻ എൻ്റെ സൗഹൃദങ്ങളായിട്ട് പകർന്നു കൊടുത്ത് മില്ലിമീറ്ററിലുള്ള വർക്കിംഗ് ആണ് ഇതൊക്കെ. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ കൊച്ചിൻ ബിനാലെയും
ഈ കുമ്പളങ്ങിക്കാരന് അതിമനോഹരമായിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റി. പറ്റി. അതിനൊരു വലിയൊരു കാര്യമല്ലേ. അയ്യോ, അത് സത്യത്തിൽ തമ്പുരാനോട് ഞാൻ എന്റെ അനുഗ്രഹം പറയാം. അതുകൂടാണ്ട് ഇപ്പൊ OED ഗാലറി മട്ടാഞ്ചേരി ദിലീപ് നാരായണന്റെ ഗാലറി ഞാനാണ് സ്ഥിരം ചെയ്യുന്നത്. ഇപ്പൊ 4-5ഓളം ഗാലറികൾ എനിക്ക് എക്സ്ട്രാ, സത്യത്തിൽ എനിക്ക് ഇന്റീരിയർ ഡെക്കറേഷന്റെ വർക്കാണ്. അല്ല, അതിന്റെ ഇടക്ക് ഞാൻ ഈ ഇങ്ങനെയുള്ള ഗാലറികളുടെ ഡിസ്പ്ലേ വരുമ്പോ അതും ഞാൻ ചെയ്യാറുണ്ട്. അപ്പൊ ഈ ആർട്ടായിട്ട് ഭയങ്കര ഒരു റിലേഷൻ, ആർട്ടിസ്റ്റുമാരുടെ ഗ്രൂപ്പായിട്ട് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും നമ്മളെ അത്ര സൗഹൃദങ്ങളുണ്ട്. അതാണ് ഈ ഇപ്പൊ പേര് പറഞ്ഞപ്പോ പിണ്ടാലൻ എന്നൊരു പേര് സർനെയിമായിട്ട് പറഞ്ഞു. അപ്പൊ ആ ഒരു പേര് ഒരു ഡിഫറെന്റ് ടൈപ്പ് അല്ലേ? എവിടെ കേട്ടിട്ടുണ്ടോ പേര്? ഇല്ലല്ലോ. അപ്പൊ അതിന്റെ പേരുണ്ട് അത് ഈ പിണ്ടാളൻ എന്നുള്ള പേര് സത്യത്തില് എന്റെ അപ്പന് ഇട്ട പേരാണ്. ജോസഫ് എന്നാണ് പുള്ളിയുടെ പേര്, ഹൗസ് ഓഫ് ജോസഫ്. ഈ അപ്പൂപ്പന ജനങ്ങള് ഇരട്ടപ്പേരിട്ട് വിളിച്ചാണ്. ഈ പിണ്ടാളൻ എന്ന പേരിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ സൗഹൃദങ്ങളെ, സത്യം പറയാ. അപ്പൊ ഈ പിണ്ടാളൻ എന്നുള്ള പേര് ഇരട്ടപ്പേരിട്ട് ജനങ്ങള് എന്റെ അപ്പൂപ്പനെ വിളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞപ്പോ എന്റെ അപ്പന്റെ പേര് ജോർജ് എന്നാ. പിന്നെ ആ പേര് പിണ്ടാളൻ ജോർജ് എന്ന് വിളിച്ചു തുടങ്ങി, എന്റെ അപ്പനെ വിളിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ 3-ാം ഘട്ടം വന്നേക്കണത് പിണ്ടാളൻ രാജു എന്ന് വിളിച്ചു തുടങ്ങി ജനങ്ങള്. അപ്പൊ എനിക്ക് എന്റെ കുട്ടിക്കാലത്തൊക്കെ ശരിക്കും ഈ പേര് കേൾക്കുമ്പോ തന്നെ എനിക്ക് വെറുപ്പാണ് ഈ പേരിനോട്. പിന്നെ ഞാനത് അതിനെ സ്നേഹിച്ചു തുടങ്ങിയെന്നു വെച്ച് കഴിഞ്ഞാല് ഞാൻ മഹാരാജാസിലേക്ക് വന്ന് കയറി കഴിഞ്ഞപ്പോഴേക്കും ലേഡീസൊക്കെ പിണ്ടാളൻ എന്നുള്ള ഒരു ഗാംഭീര്യമുള്ള പേരായി പിണ്ടാളൻ എന്നുള്ള പേരിൽ തന്നെ. അപ്പൊ പിണ്ടാളൻ പിണ്ടു വന്ന് ഇപ്പൊ ഒരു ഫംഗ്ഷൻ സ്ഥലത്താണെങ്കിൽ ഞാൻ വരാൻ ലേറ്റ് ആയി കഴിഞ്ഞാൽ എന്തായാലും നമ്മുടെ പിണ്ടാളനെ കണ്ടില്ലല്ല, പിണ്ടു വന്നേ വന്നില്ലേ, അങ്ങനെയൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വെറൈറ്റി പേര്. അന്നാ കിടക്കട്ട, അതാണ് എന്റെ ഫേസ്ബുക്ക് ID രാജു പിണ്ടാളൻ കുമ്പളങ്ങി എന്ന് ഇട്ടേക്കണത്. പക്ഷേ ഇത് എന്റെ തലമുറയോടുകൂടി ഇതെന്തായാലും തീരും, അത് ഉറപ്പാണ്. എനിക്ക് ആകെപ്പാടെ ഇപ്പോൾ ഉള്ള ഒരു 10 വയസ്സുള്ളൊരു മോളാ ഉള്ളത്, ആകെപ്പാടെ എന്റെ സ്വത്തായിട്ടുള്ളത്. അവളെ കയറി പിണ്ടാളാന്ന് വിളിക്കാൻ പറ്റത്തില്ലല്ലോ ഒരു. അപ്പൊ ഏതായാലും എന്നോടൊപ്പം തന്നെ ഈ പേരങ്ങോട്ട് പോയിക്കോട്ടല്ല എന്ന് തോന്നുന്നു. അതാണ് പിണ്ടാളൻ രാജു എന്ന് പറയുന്നത്.